ഹലോ ഗൈസ്, ഈ അപ്പുറൊക്കെ ഉണ്ടല്ലോ റെക്കോർഡ് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഫസ്റ്റ് ഇത് ഞാൻ വ്ളോഗിലിട്ടു. അതന്നെ അഫ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പൊ വെയിലത്ത് ഇറങ്ങിയതാണ് അവള് പറയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ബ്ലോക്കാണ്. നമ്മളിപ്പോ ശരിക്കും എങ്ങോട്ടാ പോണേ? ഇങ്ങോട്ടോ ഹൈലൈറ്റ് മാളിലേക്ക് എന്ന് പറഞ്ഞാണ് ഗൈസ് ഓൾ ഇറക്കിയത്. പക്ഷെ നമ്മള് പോണത് ഷോപ്പിങ്ങിനാണ്. നമുക്കൊരു കല്യാണം ഉണ്ട് 20-ാം തീയതി, 21, 22. അപ്പൊ എവിടെ കല്യാണം വായിക്കേ? കണ്ണൂരല്ലേ? അതെടാ പല്ലാരമ്പറമ്പ്. ആ കണ്ണൂരിന്റെ പുതിയ റോഡ് ഗൈസ്. ഓള് പറഞ്ഞ ഏതോ ലൊക്കേഷൻ ആയിരിക്കും, നമുക്ക് മനസ്സിലായിട്ടാ. നമ്മളിപ്പോ കാലിക്കറ്റ് ടൗണിൽ എത്താനായി ഗൈസ്. അതന്നെ നമ്മൾ ഡ്രസ് എടുക്കാൻ പോവാണ് ഗൈസ്. കല്യാണത്തിന് ഒരുവിധ ഡ്രസ്സൊക്കെ എടുത്ത് എന്റെ അനിയത്തിന്റെ മോളെ കല്യാണമാണ്, ഭാര്യന്റെ കല്യാണം ഗൈസ്. തലേന്നത്തെ ഡ്രസ്സും എടുത്ത് കല്യാണത്തിന്റെ എടുത്ത് ഈ തലേന്നത്തെ ഒരു ഡ്രസ്സും കൂടി ബാക്കിയുണ്ട് ഗൈസ്. അതന്നെ. എന്നിട്ട് നമ്മൾ കല്യാണം അടിച്ചു പൊളിക്കാൻ കണ്ണൂരേക്ക് പോകും. എന്നാ ഒരു കാഞ്ചിക്ക് ബ്ലോഗ് ചെയ്തോ, ഞാൻ നിർത്തട്ടെ. ഇത് എന്റെ വ്ളോഗാണോ എനിക്ക്? ഓക്കെ, സമ്മതിച്ച്. അതിന് ഞാനൊരു കാര്യം കിട്ടാം. എനിക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനും പോകാനൊക്കെ താല്പര്യം ഉണ്ടോ? അയ്യേ, നമ്മളിന്ന് എവിടുന്ന ഫുഡ് കഴിക്കാം? അല്ല, മറ്റേ റഹ്മത്തിലൊരു സ്പെഷ്യൽ ഇല്ലേ? അതെന്തേനി? ഇങ്ങോട്ട് വാ, കേക്കില്ല. അത് കാട ബിരിയാണി ഗൈസ്, നമ്മളെ സ്പെഷ്യലാണ്. നമ്മള് റഹ്മത്ത് പോയ കഴിക്കല് ബീഫും ചിക്കനും ഒന്നല്ല, കാട ബിരിയാണിയാണ് കഴിക്കല്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാട ബിരിയാണി. കോട്ടൻ കാൻഡിയോ? അത് കാട ബിരിയാണി തിന്നതിന് ശേഷല്ലേ. സാധാരണ നമ്മൾ ആദ്യം 2 കാട ബിരിയാണി ഒക്കെ വാങ്ങല്, ഞാനും അഫയും. ഇപ്പൊ അവള് വലുതായ കൊണ്ട് ഇവക്കും ഒന്ന് ഫുള്ള് വേണം ഗൈസ്. അപ്പൊ 3 കാട ബിരിയാണി വേണ്ട ഒരു സിറ്റുവേഷൻ ആയിക്കണ്. ഇപ്പൊ ഏകദേശം സമയം 2 മണി ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണം? കുട്ടിയോ മതി, ഇനി ഒന്ന് അടങ്ങിക്ക്, ഞാൻ പറയട്ടെ ഗൈസ്. ഇപ്പൊ 2 മണി ആയതുകൊണ്ട് നമ്മളിനി റഹ്മത്ത് പോയി അതന്നെ ഗൈസ്. അല്ലെങ്കിൽ കാട ബിരിയാണിയോ ഏതാ വേണ്ടേ? അപ്പൊ നമ്മള് ഫസ്റ്റ് 2 മണി ആയതുകൊണ്ട് ആദ്യം ഫുഡ് കഴിക്കാൻ പോവാണ്, എന്നിട്ട് ബാക്കി ഷോപ്പിംഗ് ചെയ്യാം. അതന്നെ. അപ്പൊ നേരെ റഹ്മത്ത് പോയിട്ട് ബാക്കി റഹ്മത്ത് ഒന്ന് കാണാം ഗൈസ്. നമ്മൾ 2 കാട ബിരിയാണി കഴിക്ക്, അപ്പ ഷോപ്പിംഗ് ചെയ്തോന്നാ ഈ പറയണേ. അപ്പൊ ഓക്കെയാണ് അപ്പ? അങ്ങനല്ല, പിന്നെ എങ്ങനെ? ഒന്നുകൂടി പറയും. നമ്മള് കളിക്കുക, അപ്പൊ ഡ്രസ് നോക്കുന്നാലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ ഗൈസ്, ബാക്കി റഹ്മത്തിൽ വെച്ച് കാണാം. ബൈ ഗൈസ്. അങ്ങനെതാ ഫൈനലി നമ്മൾ റഹ്മത്തിന്റെ മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്, അതിലേക്ക് നിർത്തി ഇറങ്ങാൻ പോലും കഴിയൂല. നമ്മൾ ഈ പുതിയ റഹ്മത്തിന്റെ അടുത്ത് വന്ന്, പഴയതിലല്ല. ഇവിടെ കുറച്ചും കൂടി ഒരു സുഖം, മറ്റടുത്ത് ഫുള്ള് റഷ് ചെയ്യും. ഇനിയിപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് വേണം ഇതിന് വരെ ഇവിടെ പാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ പാർക്ക് ചെയ്ത് ഹോട്ടലിൽ വരേണ്ടി വരില്ലേ? ഇവിടെ ഫുള്ളാട്ടോ, ഇവിടെ നടക്കൂല. ഇനി നമുക്ക് ഇതിന്റെ മുമ്പിൽ ഓരോരു വേറെ പാർക്കിംഗ് ഉണ്ട്, അവിടെ നിർത്തിയിട്ട് ഓരോ ഓട്ടോയിൽ തന്നെ ഇങ്ങോട്ട് വരാം. അത് നല്ലൊരു വൈബായിരിക്കും. പാർക്കിംഗ് എത്താനായി ജസ്റ്റ് ഒരു 100 മീറ്റേഴ്സ് ഫ്രണ്ടിലേക്ക് വന്നാൽ ഓരോ പാർക്കിംഗ് ഉണ്ട് ഗൈസ്. മൂഞ്ചിട്ടോ, ആ പാർക്കിംഗ് ഇപ്പൊ ഇല്ലടാ. ആ പാർക്കിംഗ് ഒരു ഒഴിവാക്കി. മൂഞ്ചതുകൊണ്ട് റഹ്മത്തിന്റെ അടുത്തുള്ള പാർക്കിംഗ് വരും. അവിടെ ഫുള്ള് വണ്ടി, ഓൾമോസ്റ്റ് ഫുള്ളെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട്. അതിന്റെ മുമ്പിലാണെങ്കിൽ സിഗ്നലുവാ. കാട ബിരിയാണി കിട്ടൂലേ? കാറൊന്ന് കാട തിന്നാനുള്ള ഭാഗ്യമില്ല. എല്ലാവരും അവിടെ ചിലപ്പോ കാട തീർന്നിട്ടുണ്ടാവും. മക്കളെ, ഇത് ഇവരെ പുതിയൊരു പാർക്കിങ്ങിൽ എവിടെ കൊണ്ടുപോകാന്നാ പറഞ്ഞത്. വാലറ്റ് പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെന്നെ കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയൂല. റഹ്മത്തിന്റെ നേരെ മുമ്പിലുള്ളത് കാണിച്ചു കൊടുക്കും. റഹ്മത്തിന്റെ മുമ്പിൽ തന്നെ ഉള്ളത്. വണ്ടി നിങ്ങൾ കൊണ്ടുപോവോ? ഡ്രൈവർ കൊണ്ടുപോകും. നമ്മളിവിടെ ഇറങ്ങട്ടെ.
ഗായ്സ് ഇവിടെ നിങ്ങൾക്ക് അറിയാലോ എല്ലാ പ്രാവശ്യത്തെയും പോലെ പെരും തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടാക്കുള്ള ടേബിൾ സെറ്റാക്കി തന്നു. വന്നാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഫുള്ള് വെയിറ്റിംഗ് ആണ്. ഓർഡിനറി എസിയും പ്രീമിയം എസിയും ഒക്കെ ഫുള്ളാണ്. നമ്മൾ രണ്ടാളും മോളായതുകൊണ്ട് ഒരു പിന്നെ രണ്ടാക്കി ഇരിക്കാൻ പറ്റുന്ന ടേബിൾ വന്നു. 2 കാട ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ കാട ബിരിയാണി ഉണ്ടാവില്ല, ഭാഗ്യത്തിലുണ്ട്. ഹായ് പറയും എന്നോടാ ഹായ് പറയണ. ഹായ് പറഞ്ഞോട് തിരിഞ്ഞ ഹായ് പറയും. ഇതെന്താ ഓക്വേർഡ് ഹായ്യോ. ഓള് പോയി എൻ്റെ ചൊക്ലി ഹായ് ഇട്ടിട്ട് മക്കളെ വന്ന് ഗൈസ് സാധനത്തി ഇവരെ പിന്നെ ഇപ്പോൾ കാസറോള് തരാൻ നിങ്ങൾക്ക് അറിയാലോ. മോനെ ഇതാ ഫസ്റ്റ് കുറച്ച് റൈസ് ഇടുക. കാടവിടെ ഇവിടെ എൻ്റെ കാട പൊട്ടിപ്പോയിടാ. കാല് മാത്രമേ ഉള്ളൂ ഗൈസ്. കഴുത്ത് സെപ്പറേറ്റ്, എല്ലാം സെപ്പറേറ്റ് ആണല്ലോ. ഉണ്ട് കുറച്ച് റൈസ്. താങ്ക് യു ഐക്കി. അതിനിടയ്ക്ക് എനിക്കൊരു കഷ്ണം തന്നു ഗൈസ്. പിന്നെ അതാ കുറച്ച് ചമ്മന്തി, കുറച്ച് തൈര് ഒരു കഷ്ണം പപ്പടം. പിന്നെ അതാ ഇയാളെ മറന്നുപോയി അച്ചാർ. എന്നിട്ട് ഇത് മൂന്നും കൂടി ഇതാ ഒന്ന് കുഴക്കുക, നല്ലോണം ഒന്ന് കുഴക്കുക. നല്ല ചൂടുണ്ട് ഗൈസ്. കാട പൊരിച്ചതേ നല്ല കേട്ടോ. അടച്ചോ കുറച്ച് ഓണിയനുണ്ട് ഗൈസ്. ഐക്കിസ് കുറച്ച് ഓണിയൻ തന്നു. ഓണിയനും വെച്ച് അതാ ഒരു പിടി എടുക്കുക. ഇനി ഒരു റൈസ് മാത്രം വെയിറ്റ് ചെയ്യും. വൈബ. ഓഹോ എങ്ങോട്ടേക്കേ സൂപ്പറാ. കാട കാണിക്ക്. കാടയുടെ കാടൊന്ന് കടിച്ചു തിന്ന് നോക്കട്ടെ. ചോറും തിനി, ചോറും കൂട്ടിയടി. ഓ കാടന്നെ വൈബിലേ. കുറച്ച് പപ്പടം വെക്കാൻ പറഞ്ഞു ഗൈസ്. സൈക്കിൾ കാട ഗൈസ്. കാട എങ്ങണ്ടായിക്കേ സൂപ്പർ എന്നാ പറഞ്ഞത് ഗൈസ്. ടീം കാട ബിരിയാണി ഗൈസ്. ആകെ ഒരു പ്രശ്നം ഇതുണ്ടാവും. കാസറോള് പകുതിയും മസാല, ഫുൾ മസാല. പിന്നെ മസാലയും കൂട്ടി അടിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് മസാല അതിനത്ര വേണമെന്നില്ല. ഞാൻ പറയാൻ മറന്നു. ഞാൻ സാധാരണ ഇവിടെ പോകുമ്പോൾ പറയും മസാല കുറച്ച് മതിയെന്ന്. മസാല ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. സോ ഗൈസ് റഹ്മത്ത് നിന്ന് ഫുഡും കഴിച്ചിറങ്ങി. സംഭവമൊക്കെ അടിപൊളിയാണ്. പക്ഷെ പ്രശ്നം എന്താ പറയുണ്ടല്ലോ, നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് മസാല കുറേ ഇഷ്ടമില്ല. അതിൽ നല്ലോണം മസാല ഉണ്ടാവും. അപ്പം ഒന്നെങ്കിൽ മസാല കുറക്കാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 2 എണ്ണം ഓർഡർ ചെയ്യാൻ വേണ്ടല്ലോ. ഒന്ന് കാട ബിരിയാണി, മറ്റേത് ബിരിയാണി പ്ലസ് ഒരു കാട ഫ്രൈയും പറഞ്ഞാൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിരിയാണി റൈസും കാട ഫ്രൈയും എനിക്ക് ഏറ്റവും ടോപ്പ്. അല്ലേ ഐക്കി സാർ? കാട ബിരിയാണി കണ്ടീനി നല്ല സൂപ്പറാണോ? നല്ല രസമായിന് സംഭവം. നമ്മൾ ഫുൾ അടിച്ച് എന്നാലും കുറച്ചും കൂടി ഉഷാറാണെങ്കിൽ മസാല കുറച്ചിട്ട് പറയണം. പിന്നെ മസാലക്ക് ചെറിയൊരു സീൻ ഉണ്ടല്ലേ ഫ്ര? മസാല ഇറ്റ്സ് ലൈക്ക് ആൻ ആവറേജ് അത്രേ ഉള്ളൂ. കുറച്ച് പൊളി ആയില്ല. ഓക്കെയാണ്. പിന്നെ നമുക്കെല്ലാം വിശന്നീനി. കുറച്ച് വയറൊന്നും സത്യം പറഞ്ഞാൽ ഫുൾ ആയില്ല. കാരണം അത്ര റൈസാ ഉള്ളൂ. ആ കാസ്ട്രോളിൽ പകുതി മസാല പകുതി റൈസുമാണ്. എനിവേസ് ഗൈസ് അതായിരുന്നു റഹ്മത്ത്. ഇനി ഷോപ്പിംഗ്. മക്കളെ ഞാനും പിന്നെ എൻ്റെ കൂടെ അതാ ഈ ചൊക്ലിയും ഉണ്ട്. ഞങ്ങൾ രണ്ടാളും ഇവിടെ SM സ്ട്രീറ്റിൽ കോയൻകോ ബസാറിൻ്റെ ഉള്ളിൽ കാറിലിരിക്കുക. അഫ്രകടോ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ രണ്ടാളും നല്ല നൈസായിട്ട് മുങ്ങി ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുക. ഇതാകുമ്പോൾ നല്ല സുഖമുണ്ട്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ബുദ്ധി കാട ബിരിയാണി കൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. കിടന്ന് ഉറങ്ങിയാലോ എന്ന് ആലോചിക്കുക. മക്കളെ ഒന്നും പറയണ്ട. ഷോപ്പിംഗ് എന്നും പറഞ്ഞെങ്കിൽ എനിക്ക് ചിരിക്കണ്ട കേട്ടോ. ബാക്കിയുള്ള തന്നെ നടുവൊടിഞ്ഞ് സൈഡായി. റഹ്മത്തിലെ ബിരിയാണി എന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ ഫുള്ള് ഓരോ ഷോപ്പ് കയറി ഇറങ്ങാം. കിട്ടിയില്ല, എന്നിട്ടും ഒന്നും കിട്ടിയില്ല ഹൈറ്. ഇനിയിപ്പോൾ ആ എല്ലാം കഴിഞ്ഞ് പിന്നെ ബ്ലൂ ഡയമണ്ട് മാളിൽ വന്നതാ. അതിൻ്റെ മുകളിൽ ഫുഡ് കോർട്ടിൽ വന്നതാ. ഇവിടെ കളിപ്പിക്കുന്ന സംഭവമുണ്ട് മോളെ. അത് മോളെ കുറച്ച് കളിപ്പിക്കാറുണ്ട്. മോളെപ്പം പറയും ഞാൻ കുവൈത്തുള്ളപ്പോൾ കളിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഇവിടെ ഒരു ചായ എന്ന് പറഞ്ഞ ഒരു മറ്റേ ഇതുണ്ട്, ടീ സ്പോട്ട്. അപ്പോൾ അവിടെ വന്നെങ്കിൽ ഒരു നെസ്കഫെ ഗോൾഡ്, ഒരു കാടമൺ ടീ, 2 എന്തേനി പറഞ്ഞ് ചിക്കൻ കോണോ, പിന്നെ ഇത്
എന്തോ ചില്ലി ചിക്കൻ പോക്കറ്റ്, പിന്നെ ന്യൂട്ടല്ല ബ്രെഡ്. ഇതാ ഈ ന്യൂട്ടല്ല കരിക്ക്. എനിക്ക് ഇഷ്ടമായോ? എങ്ങണ്ട് ഇവിടെ എന്തിനാ വന്ന ബ്ലൂ ഡയമണ്ട് മാളില്? എന്ത് കളിക്കാൻ? ഇങ്ങോട്ട് വാ, കറക്റ്റ് പറയും. അത് കളിക്കാൻ വന്നാ? അത് കളിക്കാണ്ട് പോവാ നമ്മള്. കളിക്കണോ? എന്നാ വേ നല്ല മഴ കടിച്ച് തിന്ന് അടിപൊളിയായിട്ട്. അപ്പം ഞാൻ ആദ്യം കുറച്ച് കാടവണ്ടി കുടിച്ചോട്ടെ. എന്നാ എൻ്റെ നെസ്കഫെ ഗോൾഡിന് ഭയങ്കര പൈസ ആണ്, ശ്രദ്ധിച്ച് കുടിക്കും. ഇത് ചൂടില്ലല്ലോ, നമ്മൾ ചൂടാക്കേണ്ടി വരുമോ? എവിടെ പോയാലും ഫ്ലോപ്പാണല്ലോ ഗൈസ്. എന്തുപ്പാണ്, ഭയങ്കര ഉപ്പ്. പിന്നെ ഇത് ഇനി ഫസ്റ്റ് തിന്ന സാധനം നല്ല ബോറേനി. ഇനി ഇതും തിന്നോക്കട്ടെ. അതുണ്ട് കേട്ടോ. എണ്ണ ചോദിക്കണം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ചില്ലിയാന്നൊക്കെ പറഞ്ഞ് ഉള്ളിയെ കാണുള്ളൂ. ഇനിയുണ്ടല്ലോ, ഇനി അഫ്രൻ്റെ നെസ്കഫെ ഗോൾഡ് ഒന്ന് ട്രൈ ചെയ്യട്ടെ. എൻ്റെ കാടവണ്ടി ഫുള്ള് ഞാൻ വലിച്ചു കുടിച്ചു, നല്ല വിശപ്പുണ്ടായി. കുഴപ്പമില്ല, ചോയുണ്ട്. ഷുഗർ കുറവാണല്ലോ. ഗൈസ് ഓളം അങ്ങോട്ട് തിരിഞ്ഞിക്കുക. ഓളം ന്യൂട്ടല്ല ബ്രെഡും ടെസ്റ്റ് ചെയ്യട്ടെ. വീണോ? എന്ത് അവളുള്ള കോഫി അടിച്ച് കയറ്റി ഉറങ്ങൂലെന്ന് പറയുന്നുണ്ട്. ഈ മാളൊരു ഫെയിലിയർ ആല്ലേ, വലിയ ആളൊന്നുമില്ലല്ലോ. ഒരു ഷേപ്പ് രസമല്ല, ഫുള്ള് എല്ലാവരും പൂട്ടിപ്പോയിന്ന് തോന്നുന്നുണ്ട്. ആളൊക്കെ കുറവാണ് ഞായറാഴ്ച ആയിട്ടു. ഇതൊക്കെ RP മാളും ഹൈലൈറ്റും ഫോക്കസും ആണെങ്കിൽ നല്ല ആളുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ആകെ ഈ ചായപ്പൊടിയിൽ മാത്രം ആളുണ്ട്, ചായയും കടി തിന്നാൻ. ഇതൊക്കെയാണ് ഇവിടെ ഫുഡ് ഐറ്റംസിൻ്റെതും. ഇതാണ് മക്കളെ ബ്ലൂ ഡയമണ്ട് മാൾ. ഇതാണ് ഗൈസ് കളിക്കുന്ന സ്ഥലം, മക്കളെ കളിപ്പിക്കാനുള്ള സ്ഥലം ഗൈസ്. ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ്, പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഏട്ടാ കളിക്കാനോ? കുറേ നേരം കളിക്കോ? പിന്നെ കുറേ നേരം കളിച്ചോ? 1 hour കളിച്ചോ? എന്നിട്ട് ഹാപ്പി ആയിട്ട് വരണേ. പിന്നെ പ്രശ്നമില്ലല്ലോ, പിന്നെ വീട്ടിൽ പോയിക്കൂടെ? എന്നാ ഓടിക്കോ, കയറിക്കോ, അതിലൂടെ പോയിക്കോ. ജസ്റ്റ് 1 minute ഒന്ന് വെയിറ്റ്. അത് കെട്ട്, ശ്രദ്ധിച്ച് കളിക്കണേ. ഓക്കെ, ബൈ. ഗൈസ് വി ആർ ബാക്ക്. അങ്ങനെ മറ്റേ ഡ്രസ്സ് നോക്കലൊക്കെ കഴിഞ്ഞ് ഗോകുലല്ല, ഇവിടെ നമ്മളെ എന്തേനു ബ്ലൂ ഡയമണ്ട് മാളിൽ വന്ന് ബ്ലൂ ഡയമണ്ട് മാളിൽ നിന്ന് ഐക്കിസ് കളിച്ച് എൻജോയ് ചെയ്ത് ഇല്ലേ? എങ്ങണ്ടേനു? സൂപ്പറോ? ഇനിയും വരണോ? ഓള് 1 മണിക്കൂർ കളിച്ച് ഗൈസ്. ഇവിടെ ബാക്കിയുള്ള മാളിലൊന്നും ഈ ഒരു കളിക്കുന്ന സെറ്റപ്പ് ഇല്ല. ലൈക്ക് തുള്ളി കളിക്കുന്ന ചാടണം അങ്ങനത്തെ സെറ്റപ്പ് ഇല്ല. ബാക്കി മറ്റേ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന ഉരുണ്ട് കളിക്കുന്നൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഓള് നല്ലോണം അങ്ങോട്ട് എൻജോയ് ചെയ്തില്ലേ? എന്താ തിന്നണേ? അതിൻ്റെ പേരെന്താ? സ്കിറ്റിൽസ് തിന്നവള്. എന്ത് സ്കിറ്റിൽസ്? അപ്പോൾ ഗൈസ് അതായിരുന്നു ഗൈസ് ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നേരെ അഫൻ്റെ വീട്ടിലേക്കാണ് ഗൈസ്. അവിടെ എന്താ ഫുഡ് എന്നറിയില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. യെസ്, എന്താ അഫൻ്റെ വീട്ടിലേക്ക് പോയാൽ അവിടെ ഒരു സർപ്രൈസ് ഉണ്ടെങ്കിൽ. അയ്യോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഐക്ക് ബൈ പറയും. താങ്ക് യു ഫോർ വാച്ചിങ് എന്ന് പറയും. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. ഒരു ഉമ്മ കൊടുത്താൾ, ഒരു ഉമ്മ കൂടെ ഈ ഇത് മുട്ടായി നിന്ന് കുത്തിരുന്നാ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ബൈ പറയും. ടാറ്റ. ഒരു ഉമ്മ കൊടുത്തേ.